ഹായ് കൂട്ടുകാരെ, വിജുസ് വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുണ്ടായ മുരിങ്ങക്കായ വെച്ച് ഒരു മുരിങ്ങക്കായ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ആവശ്യമായ ആരോഗ്യ ഗുണങ്ങൾ നിറഞ്ഞ ഒരു പച്ചക്കറിയാണ് മുരിങ്ങക്കായ. ഇത് കിട്ടിയാൽ വിടല്ലേ എന്നും കൂടി പറഞ്ഞ് നമ്മുടെ റെസിപ്പി തയ്യാറാക്കാം. അതിനായി ഞാൻ 3 മുരിങ്ങക്കായ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ കടുകിട്ട് പൊട്ടിയാൽ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കിയതും, 3 പച്ചമുളക് കീറിയതും, 2 തണ്ട് വേപ്പിലയും ഇട്ടുകൊടുത്ത് 2 സവോള ചെറുതായി അരിഞ്ഞതും, ആവശ്യത്തിന് 1 സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റുക. ഇനി ഈ കൂട്ട് വഴന്നു വരുമ്പോൾ 2 ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴന്നു വന്നാൽ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളകും പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല പൊടിയും ഇട്ടുകൊടുത്ത് ഓയിൽ കുറവുള്ളത് കൊണ്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മസാലക്കൂട്ട് പച്ചമണം മാറിയാൽ 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ മസാലക്കൂട്ട് നന്നായി തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മുരിങ്ങക്കായ ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു മൂടി വെച്ച് കൊടുക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കിയാൽ മുരിങ്ങക്കായ ഏകദേശം വെന്തു പാകമായി ഉണ്ടാവും. ഇനി മൂടി തുറന്ന് 5 മിനിറ്റ് ഇളക്കി കൊടുക്കാം. മുരിങ്ങക്കായ വെള്ളം വറ്റി നല്ലതുപോലെ റെഡിയായി. ഇതുപോലെ എല്ലാവരും മുരിങ്ങക്കായ ഫ്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു.